PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കേറ്റഡ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇനി കേറ്റഡ് പരീക്ഷ പാസ്സായവരുടെ അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് കേറ്റഡ് വെരിഫിക്കേഷനാണ്. അപ്പോൾ കേറ്റഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കേറ്റഡ് വെരിഫിക്കേഷൻ കടമ്പ കടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് കേറ്റഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കേറ്റഡുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, LP UP ക്ലാസ്സുകൾ, മറ്റുള്ള PSC ക്ലാസ്സുകൾ, PSC അപ്ഡേറ്റ്സ് എന്നിവയൊക്കെ ആദ്യമേ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേറ്റഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, കേറ്റഡ് വെരിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫസ്റ്റ് എന്നാണ് കേറ്റഡ് വെരിഫിക്കേഷൻ ഡേറ്റ് നമുക്ക് എങ്ങനെ അറിയാമെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കേറ്റഡുമായി ബന്ധപ്പെട്ടും LP UPയുമായി ബന്ധപ്പെട്ടും നമുക്ക് നിരവധി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യണം കേട്ടോ. LP UP കേറ്റഡ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, കേറ്റഡ് വെരിഫിക്കേഷൻ ഡേറ്റ് നമുക്ക് എങ്ങനെ അറിയാം? സാധാരണ രീതിയിൽ കേറ്റഡ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് നമുക്ക് പത്രങ്ങൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി. അപ്പോൾ ഈ കേറ്റഡുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക DO ഓഫീസിലും കേറ്റഡ് വെരിഫിക്കേഷൻ്റെ ഡേറ്റുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. എല്ലാ തവണയും ചെയ്യുന്നതാണ്. ഈ തവണ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡേറ്റ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ന്യൂസ് പേപ്പറിൽ വരും. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ചിലപ്പോൾ മിസ്സായി പോവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതാത് DO ഓഫീസ് എവിടെയാണോ അവിടുത്തെ നമ്പർ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ DO ഓഫീസിൻ്റെ നമ്പറിൽ എടുത്തിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറയും എന്നാണ് വെരിഫിക്കേഷൻ എന്നത്. അപ്പോൾ ഇനി എവിടെയാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവേണ്ടത്? നമ്മൾ എവിടെയാണോ പരീക്ഷ സെൻറ്റർ കൊടുത്തേക്കുന്നത് അവിടെയുള്ള DO ഓഫീസിലാണ് നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ വെരിഫിക്കേഷൻ ഡേറ്റ് പത്രമാധ്യമങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങൾ എപ്പോഴെങ്കിലും അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്തുള്ള എവിടെയാണ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പോകേണ്ടത് ആ DO ഓഫീസിൻ്റെ നമ്പർ നെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോതമംഗലം DO ഓഫീസ്, മറ്റുള്ള DO ഓഫീസ് അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കോൺടാക്ട് നമ്പർ കിട്ടും. അവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവർ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതായത് കാറ്റഗറി 2-ന് ഇന്ന ദിവസം, കാറ്റഗറി 3-ക്ക് ഇന്ന ദിവസം, കാറ്റഗറി 4-ന് ഇന്ന ദിവസം, അങ്ങനെ അവർ ഒരു ഇത്ര ദിവസം സ്പെസിഫൈ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ദിവസങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്? എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊണ്ടുപോകണം. ഏതൊക്കെ? താഴ്ന്നു മുതൽ നമുക്ക് തുടങ്ങാം. 10ാം ക്ലാസ്സിലെ, അതായത് SLC ബുക്ക്, +2ൻ്റെ ബുക്ക്, അതുപോലെ കൺസോളിഡേറ്റ് സർട്ടിഫിക്കറ്റ്സ്, PG TTC ഓർ BEd, അതായത് നമ്മൾ 10ാം ക്ലാസ്സിനോട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. പിന്നെ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ കൺസോളിഡേറ്റ് മാർക്ക് സർട്ടിഫിക്കറ്റ്. അതായത് നമുക്കറിയാം ഒരു കൺസോളിഡേറ്റ് മാർക്ക് ഉണ്ടാവും നമുക്കല്ലേ. പല സെമസ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ പരീക്ഷ എഴുതിയേക്കണം. 1 മുതൽ 6 വരെ സെമസ്റ്റർ ആയിരിക്കും നമ്മൾ ഒരു ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ 6 വരെ സെമസ്റ്ററിൽ ഒരു കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതിൻ്റെ ഒറിജിനൽ തന്നെ വേണം. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ വേണം കേട്ടോ. അപ്പോൾ കൺസോളിഡേറ്റിൻ്റെ മാർക്ക് ഷീറ്റ് ഡിഗ്രിയുടെ, അതുപോലെ ഡിഗ്രിക്ക് നമുക്ക് അല്ലാതെ ഒരു മെയിനായിട്ടൊരു ഇതുണ്ടായിരിക്കുമല്ലോ, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കില്ലേ, ആ ഒരു മെയിൻ സർട്ടിഫിക്കറ്റ് കൺസോളിഡേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഗ്രി അതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. കൂടാതെ നിങ്ങൾ എന്താണോ TTC ആണോ പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ DEd ആണോ പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ BEd ആണോ പഠിച്ചേക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഓർക്കുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇപ്പം നിങ്ങൾക്ക് പ്രൊവിഷണൽ ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. പിന്നെ കേറ്റഡ് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്. അതായത് നിങ്ങൾക്കൊരു കേറ്റഡ് നിങ്ങൾ പാസ്സായെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ഉണ്ട്. നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ നോക്കുമല്ലോ, പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കയറി നമ്മൾ നോക്കുമല്ലോ നമ്മൾ പാസ്സായി വന്നു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രിൻ്റ് ഔട്ട്, ആ പാസ്സായെന്ന് തെളിയിക്കുന്ന പ്രൂഫിൻ്റെ ഒറിജിനൽ പ്രിൻ്റ് ഔട്ട്. അതുപോലെ കേറ്റഡിൻ്റെ ഹോൾ ടിക്കറ്റ്. നമുക്ക് കേറ്റഡ് പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്കൊരു ഹോൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തില്ലേ, ആ ഒറിജിനൽ ഹോൾ ടിക്കറ്റ്. അതുകൂടാതെ ഈ ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട്. ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ SLCയുടെ ആയാലും +2ൻ്റെ ആയാലും ഡിഗ്രിയുടെ ആയാലും PGയുടെ ആയാലും TTC ആയാലും BEd ആയാലും കേറ്റഡിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി ആയാലും ഹോൾ ടിക്കറ്റ് ആയാലും എന്ത് കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് ആയാലും എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുത്തിരിക്കണം. ഈ പ്രിൻ്റ് എടുത്താൽ മാത്രം പോരാ, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് കയ്യിൽ വേണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും നമ്മുടെ കയ്യിൽ
വേണം. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് എല്ലാവർക്കും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പരീക്ഷ എഴുതിയേക്കുന്നത്, നിങ്ങൾ SC ആണോ, ST ആണോ, OBC ആണോ, ജനറൽ കാറ്റഗറി ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം, ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് എന്ത് വേണ്ട, ഒരിക്കലും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരില്ല, അവർക്ക് 90 മാർക്ക് വേണം. അപ്പോൾ അവർക്ക് വേണ്ട SC ST OBC കാറ്റഗറിക്കാണ് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. ആ SC ST OBC കാറ്റഗറിക്ക് എല്ലാ കാസ്റ്റുകാർക്കും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. എങ്ങനെയുള്ളവർക്ക് മതി? അതായത് നമുക്ക് SC ST OBCക്കാർക്ക് കേറ്ററ്റ് പാസ്സാവാൻ 82 മാർക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കേറ്ററ്റ് പാസ്സായത് ഈ ഒരു ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാണെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് 83, 84, 85 അങ്ങനെയൊക്കെ മാർക്കാണ് കിട്ടിയേക്കുന്നത്. അതായത് 90ന് മുകളിലോ ഒരു SC ST OBC കുട്ടിക്ക് മാർക്കുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട. ഓർക്കുക, 90ന് മുകളിലോ ആണ് നിങ്ങളുടെ ഈ ഒരു കേറ്ററ്റ് മാർക്ക് SC ST OBC കുട്ടികൾക്ക് നേടിയേക്കുന്നതെങ്കിൽ അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട. 82 മുതൽ 89 മാർക്ക് വരെ ആണ് നിങ്ങൾ ഒരു SC ST അല്ലെങ്കിൽ OBC ഉദ്യോഗാർത്ഥി നേടിയേക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണം? തീർച്ചയായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. കാരണം നമ്മൾ ആ കാസ്റ്റിൻ്റെ ആ ഒരു റിസർവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാർക്ക് കുറച്ചിട്ട് നമുക്ക് പാസ്സായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാസ്റ്റ് ആണ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. അത് ഒറിജിനൽ വേണം, അതിൻ്റെ ഫോട്ടോ കോപ്പിയും വേണം. ഇനി ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ പരീക്ഷാ ഭവനിൽ ചെല്ലേണ്ടത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ പരീക്ഷാ ഭവനിൽ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും. ഇന്ന ദിവസമാണ് കേറ്ററ്റ് വെരിഫിക്കേഷൻ എന്ന്. ആ കേറ്ററ്റ് വെരിഫിക്കേഷൻ്റെ ദിവസം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളായിട്ട്, ഏതൊക്കെ, 10th 12th ഡിഗ്രിയുടെ കൺസോളിഡേറ്റ്, അതുപോലെ PG ഉണ്ടെങ്കിൽ PG, അല്ലെങ്കിൽ TTCയോ BEdോ DEdോ എന്നാണോ നിങ്ങൾ പഠിച്ചേക്കുന്നത് അതിൻ്റെ ഒറിജിനൽ, കൂടാതെ കേറ്ററ്റിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ കേറ്ററ്റ് ഹോൾ ടിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്യിച്ച് നിങ്ങൾ അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം അവർ തരുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കി, നിങ്ങൾ കാറ്റഗറി നമ്പർ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ്, നിങ്ങളുടെ ഫുൾ നെയിം എന്താണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, അങ്ങനെ ഒരു മിസ്റ്റേക്കുകളും വരുത്താതെ കൃത്യമായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് വായിച്ച് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും അതുപോലെ ഈ ഒരു കോപ്പിയും കൂടി അതിൻ്റെ കൂടെ വച്ചിട്ട് വേണം നിങ്ങൾ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്യാൻ കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റ്, ഈ കോപ്പികളെല്ലാം എന്ത് ചെയ്തിരിക്കണം? സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കണം എന്നുള്ള പ്രത്യേകം ഓർക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് അവിടെ കൊടുക്കുന്നു. അപ്പോൾ അവരത് വെരിഫൈ ചെയ്യുന്നു. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്രിൻ്റ് ഔട്ടും തമ്മിൽ ഒന്ന് തന്നെയാണോ, നമ്മൾ ഇന്ന ഉദ്യോഗാർത്ഥി തന്നെയാണോ എന്ന് അവർ കൃത്യമായിട്ട് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ചു തരികയും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ നമ്മൾ പ്രിൻ്റ് ഔട്ടായിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, ആ കോപ്പികളും അവരവിടെ മേടിച്ച് വയ്ക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരിക്കലും നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരില്ല. സാധാരണ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റ് വഴി കിട്ടില്ലേ, അതുപോലെ ഒരിക്കലും കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് വീട്ടിലേക്ക് ലഭിക്കുകയില്ല. നമ്മൾ DO ഓഫീസിൽ തന്നെ ചെന്ന് മേടിക്കണം. അപ്പോൾ അവർ പറയും ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ അറിയിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? അങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, ഇന്ന ദിവസം വെരിഫിക്കേഷന് വന്നിരുന്നു, കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് ആയോ സാറേ എന്ന് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മാം എന്ന് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ അവർ ചോദിക്കും. അപ്പോൾ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരവിടെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ അവർ പറയും വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുക, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുക, അവർ നമുക്ക് തരും. അപ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ നമ്മളിത് കൈപ്പറ്റി എന്ന് പറഞ്ഞ് ഒരു സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത് വലിയൊരു പ്രൊസീജിയർ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും വലിയ കാര്യം ഇത് നമ്മുടെ ഇന്ന ദിവസമാണ് DO ഓഫീസിൽ വെരിഫിക്കേഷൻ നടക്കുക എന്ന് അറിഞ്ഞിരിക്കുക എന്നാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് പറയാനായിട്ടുള്ളത്, ചില കുട്ടികൾ കാറ്റഗറി 2ഉം 3ഉം ഒരുമിച്ച് പാസ്സായ ഉദ്യോഗാർത്ഥിയായിരിക്കും. ഒരു ഉദ്യോഗാർത്ഥി കാറ്റഗറി 2ഉം എഴുതി 3ഉം എഴുതി, ആ കുട്ടിക്ക് കാറ്റഗറി 2ഉം കിട്ടി 3ഉം കിട്ടി. അപ്പോൾ വെരിഫിക്കേഷൻ എങ്ങനെയാണ്? ഒരുമിച്ചാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഒരുമിച്ച് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെയാണ് രണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി കാറ്റഗറി 2ഉം 3ഉം ഒരുമിച്ച് വെരിഫൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ എല്ലാത്തിനെയും 2 കോപ്പി വെച്ച് വേണം. ഓർക്കുക, 2 കോപ്പി. അത് കാറ്റഗറി 2വിന് വെരിഫിക്കേഷനും ഒരു കോപ്പി, അപ്പോൾ SLCയുടെ ആണ് 2 കോപ്പി വേണം,
വേണം, +2ൻ്റെ ആണെങ്കിൽ 2 കോപ്പി വേണം, ഡിഗ്രിയുടെ ആണെങ്കിൽ 2 കോപ്പി വേണം. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം 2 കോപ്പി എടുത്തിട്ട് വേണം ആര് പോകാൻ. ഒരുമിച്ച് അത് കാറ്റഗറി 3യും 2ഉം 3 ഒരുമിച്ച് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 1ഉം 2 ഒരുമിച്ച് നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ 2 കേറ്ററ്റിൻ്റെ 2 കാറ്റഗറി വെരിഫൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ 2 കോപ്പി വെച്ച് സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് വേണം. അതും കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും കേറ്റ് വെരിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. ഇനി അടുത്ത കേറ്ററ്റ് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവസാനം അടുത്ത കേറ്ററ്റ് ഉണ്ടായിരിക്കും. അതായത് നവംബറിൽ നോട്ടിഫിക്കേഷൻ വരികയോ അല്ലെങ്കിൽ ഡിസംബറിൽ പരീക്ഷ നടക്കുകയോ തീർച്ചയായിട്ടും ചെയ്യും. കാരണം വർഷത്തിൽ 2 തവണയാണ് ഇപ്പോൾ കേറ്ററ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു തവണ കേറ്ററ്റ് കഴിഞ്ഞു, ഇനി വർഷം അവസാനം ഒരു കേറ്ററ്റും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.